ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്നലെ തയ്യാറാക്കിയിട്ടുള്ള ഡിന്നറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തിയും അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിവിടെ ആദ്യം തന്നെ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി 400 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നും പറയലുണ്ട്, കറി വെക്കുന്ന സമയത്ത് ഒരുപാട് വലിപ്പത്തിൽ ഞാൻ ചിക്കൻ എടുക്കലില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ആദ്യം ഇത് വേവിച്ചെടുത്തിട്ടാണ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിൽ തക്കാളി ചേർക്കുന്നില്ല, തൈരാട്ടാ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെല്ലാം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കട്ടോ. പക്ഷെ ഞാനിപ്പോൾ തന്നെ കറി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ചിക്കനിലും കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങി വരും, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിവിടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്, അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്കിനി മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള ഒരു പൊടി ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ ഇതിവിടെ ഒരു ബൗളിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കണം. ഞാൻ വെള്ളത്തിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറയലുണ്ട്, എനിക്ക് ഈ പൊടിയിൽ നേരിട്ടിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ കറക്റ്റ് അളവ് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കൽ. ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഇളം ചൂടുള്ള വെള്ളമാണ്, അതും പറയാൻ വിട്ടുപോയി, പച്ചവെള്ളമല്ല. ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പൊടി വെന്ത് പോകും. ലൈറ്റായിട്ട്, അതായത് ചെറിയൊരു ചൂട് മതി കേട്ടോ. അങ്ങനെ നമ്മുടെ പൊടി നന്നായിട്ട് തന്നെ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമുക്ക് തിരിച്ച് നമുക്ക് ചിക്കനിലേക്ക് തന്നെ പോകട്ടെ. നമ്മുടെ ചിക്കനെല്ലാം നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതവിടെ മറ്റൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽ മുളക് ഇതുപോലെ കട്ട് ചെയ്തതും ഒപ്പം തന്നെ നമുക്കൊരു തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാൻ ഇവിടെ ഒരു 10ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. തീരെ ചെറുതേനു കേട്ടോ, അത് 10 മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അതും കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 2 വലിപ്പമുള്ള സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ സവാള പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കിത് വഴറ്റി കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ച് നമ്മുടെ ചിക്കനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ
അങ്ങനെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത ആ ഒരു പാത്രത്തിൽ മസാലയുടെ ആ ഒരു എന്താ പറയുക നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാക്കി മസാലയുടെ ഇതെല്ലാം ഉണ്ട്, അതിലേക്ക് ഒരു കപ്പ് വെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, സവാളയിലും ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ഒരു തണ്ട് കറിവേപ്പ് കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറി ഇതിവിടെ തയ്യാറായി. അപ്പോൾ ഇതുപോലെ ചിക്കൻ നിങ്ങൾ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ ഫ്ലെയിമിൽ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറി തയ്യാറായി. ഇനി നമുക്കിത് ചപ്പാത്തി പരത്തിയെടുക്കണം. ചപ്പാത്തി പൊടി ഇതവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കലില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്താ പറയുക, ചിക്കൻ കറി തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ കുഴച്ച് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ബോൾസാക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 10 ചപ്പാത്തിയെ ചുടുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ ഒരു 10 എണ്ണം മാത്രം ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യോ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഇതുപോലെ കോണായിട്ട് മടക്കിയെടുക്കാം. ഇങ്ങനെ ചപ്പാത്തി നമ്മൾ ചുടുന്ന സമയത്ത് എന്താ പറയുക, നല്ല സോഫ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ലെയറായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടുമേ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് കൂടി പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഇതവിടെ പാത്രം നേരത്തെ തന്നെ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നെയ്യോ ഓയിലോ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ആക്കുന്നില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗത്തുണ്ടല്ലോ, പിന്നെ ഒരുപാട് നെയ്യ് വേണ്ടാന്ന് വെച്ചിട്ടാ ആക്കാത്തത്. അങ്ങനെ ഞാൻ ഇതവിടെ ചപ്പാത്തിയും മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഈ ഒരു ചപ്പാത്തി നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക, നെയ്യുടെ ആ ഒരു ടേസ്റ്റും നല്ല ലെയറായിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തിയും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിയും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.